ബി.ജെ.പിയെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരവും രാഹുൽ ഗാന്ധി പാഴാക്കാറില്ല. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന് മന്ത്രിസഭ വരെ രൂപീകരിച്ചിട്ടും കോൺഗ്രസ് ബി.ജെ.പിക്കെതിരെ ആവോളം വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ബി.ജെ.പിയുടേത് കുടുംബവാഴ്ചയെന്ന് പരിഹസിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തെ കുടുംബാധിപത്യമെന്ന് പരിഹസിച്ചവർ അധികാരം കൈമാറിയത് സർക്കാർ കുടുംബങ്ങളിലേക്കാണെന്ന് മൂന്നാം മന്ത്രിസഭയിലെ അംഗങ്ങളുടെ നിയമനത്തിൽ നിന്ന് മനസ്സിലാകുമെന്നാണ് രാഹുൽ ട്വിറ്ററിൽ കുറിച്ചത്. മോദി മന്ത്രിസഭയിലെ അംഗങ്ങൾ ഏതൊക്കെ നേതാക്കളുടെ ബന്ധുക്കളാണെന്ന പട്ടികയും രാഹുൽ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ മകൻ എച്ച്.ഡി. കുമാരസ്വാമി, മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ കൊച്ചുമകൻ ജവന്ത് ചൗധരി, ബീഹാർ മുഖ്യമന്ത്രി റാവോ കർപ്പൂരി താക്കൂറിന്റെ മകൻ രാംനാഥ് താക്കൂർ, ഹരിയാന മുൻ മുഖ്യമന്ത്രി റാവോ ബീരേന്ദ്ര സിംഗിന്റെ മകൻ റാവോ ഇന്ദ്രജിത് സിംഗ്, മുൻ ഉത്തർപ്രദേശ് എം.പി. ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ, മുൻ ഉത്തർപ്രദേശ് മന്ത്രി മഹാരാജ് ആനന്ദ് സിംഗിന്റെ മകൻ കീർത്തി വർദ്ധൻ സിംഗ്, മാധവ റാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ, മുൻ അരുണാചൽ സ്പീക്കർ റിൻജിൻ ഖാരുവിന്റെ മകൻ കിരൺ റിജിജു, ഏക്നാഥ് ഷിൻഡെയുടെ മരുമകൻ രക്ഷാ ഖണ്ഡെ, റാം വിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, ജയശ്രീ ബാനർജിയുടെ മരുമകൻ ജെ.പി. നദ്ദ, ബി.എസ്.പി. അപ്നാദൾ സ്ഥാപകൻ ബഹുജൻ സോണലാൽ പട്ടേലിന്റെ മകൾ അനുപ്രിയ പട്ടേൽ, ഓംപ്രകാശ് പാസ്വാന്റെ മകൻ കമലേഷ് പാസ്വാൻ തുടങ്ങിയ നേതാക്കളുടെ പേരാണ് രാഹുൽ പങ്കിട്ടത്. ഞായറാഴ്ചയായിരുന്നു മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻ മന്ത്രിസഭയിലെ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ, ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, പീയൂഷ് ഗോയൽ, വീരേന്ദ്രകുമാർ, ഹർദീപ് സിംഗ് പുരി എന്നിവരെല്ലാം പുതിയ മന്ത്രിസഭയിലും ഇടം പിടിച്ചു. ഇവരുടെ വകുപ്പുകളിലൊന്നും മാറ്റമില്ല. പുതിയ മന്ത്രിസഭയിൽ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള 13 മന്ത്രിമാരാണുള്ളത്. 2019 മേഖലയിലെ 129 തെക്കൻ സീറ്റുകളിൽ 29 ബി.ജെ.പി പിടിച്ചപ്പോൾ ഇത്തവണയും ഈ കണക്കിൽ യാതൊരു മാറ്റവുമില്ല. ഇതേ എണ്ണം സീറ്റുകൾ തന്നെയാണ് ഇക്കുറിയും ബി.ജെ.പി ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടിയതെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെ ഈ 13 മന്ത്രിമാരിൽ 5 പേരും കർണാടകയിൽ നിന്നുള്ളവരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് ഏറ്റവും മികച്ച ഫലം നൽകിയ സംസ്ഥാനമായ കർണാടകയ്ക്ക് അർഹമായ പരിഗണന തന്നെ നൽകാൻ അവർ തയ്യാറായി എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. കർണാടകയിലെ ആകെയുള്ള 28 സീറ്റുകളിൽ 19 എണ്ണവും ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണിയാണ് നേടിയത്. അതിൽ തന്നെ 17 സീറ്റുകൾ ബി.ജെ.പി നേടിയപ്പോൾ എച്ച്.ഡി. കുമാരസ്വാമിയുടെ ജെ.ഡി.എസ് 2 എണ്ണം സ്വന്തമാക്കി. ഇത്തവണ ശരിക്കും കിങ് മേക്കറായി. കുമാരസ്വാമിയുടെ കൂടി പിന്തുണയാണ് ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് ഇത്രയും മികച്ച ഫലം നൽകിയത്. എൻ.ഡി.എക്ക് 21 സീറ്റുകൾ നൽകിയ ആന്ധ്രാപ്രദേശിൽ നിന്ന് 3 മന്ത്രിമാരും 8 സീറ്റുകൾ നൽകിയ തെലങ്കാനയിൽ നിന്ന് 2 പേരും ഇത്തവണ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്നുമുണ്ട് 2 മന്ത്രിമാർ. തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ 1 മന്ത്രി മാത്രമേയുള്ളൂ. തമിഴ്നാട് മാത്രമാണ് ബി.ജെ.പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം.